നിങ്ങൾ വാർത്ത വായിച്ച് കാണും, ഖറ്റാർ അവിടുത്തെ എയർഫോഴ്സ്, ആർമി, ഇതെല്ലാം കൂടെ ചേർന്ന് 1500-2000 പേരേ ഉള്ളൂ. അവരുടെ 12ഓളം മിറാജ്, അതായത് മിറാഷ് 2000 എയർക്രാഫ്റ്റ്, അതായത് ഒരു സ്ക്വാഡ്രൺ എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് വിൽക്കാൻ പോവുകയാണ്. ഇത് മെയ്, ജൂൺ, ജൂലൈയോട് കൂടിയാണ് ഇതുമായിട്ടുള്ള പത്രവാർത്തകൾ വരുന്നത്. പിന്നീട് ഒരു ഹൈ ലെവൽ ഖത്തറിൻ്റെ ടീം ഇന്ത്യ സന്ദർശിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഇത് നെഗോഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഖത്തർ ഇട്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 6000 മുതൽ 7000 കോടിയാണ് ഏകദേശം 12 എയർക്രാഫ്റ്റിൻ്റെ വാല്യൂ. ഇന്ത്യയുമായിട്ട് നെഗോസിയേഷൻ നടക്കുന്ന ടഫ് നെഗോസിയേഷനാണ്. ഇവരിത് ഉപയോഗിച്ച എയർക്രാഫ്റ്റാണ്. ഇനി ആ കാര്യത്തിലോട്ട് കിടക്കുക, എന്തുകൊണ്ടാണ് ഖത്തർ ഈ എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് വിൽക്കുന്നത്? കാര്യം എന്താണ്? ഖത്തർ എന്ന് പറഞ്ഞ പൂനെ പോലെയുള്ള ഒരു ചെറിയ ആ സ്ഥലത്തിൻ്റെ അത്രയുള്ളൊരു രാജ്യമാണ്. അവിടെ അമേരിക്കൻ ബേസ് ഉണ്ട്. ഖത്തറിന് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിലും ഏത് രീതിയിൽ ട്രയൽ സോർട്ടി പോലും നടത്തുവാൻ അമേരിക്കൻ പെർമിഷൻ വേണം, ഒന്ന്. രണ്ടാമത്, ഖത്തറിൻ്റെ കയ്യിൽ ഇതേപോലെയുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ പൈലറ്റുമാർ, അതായത് ജെറ്റ് ഫ്ലൈ ചെയ്യാവുന്ന പൈലറ്റുമാരുടെ എണ്ണമില്ല. അവർ റഫേലും മേടിച്ചിട്ടുണ്ട്, ഈ മിറാഷും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർ ഷോക്കേസിൽ വെച്ചേക്കുക. കാരണം ഇത് യൂസ് ചെയ്യാൻ ഇവർക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അറിയത്തില്ല. അവർ സ്പെയർ പാർട്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ അതിന് വേണ്ടിയുള്ള വെപ്പൺസ്, അതായത് ഇതിനു വേണ്ടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഷോക്കേസിൽ വെച്ചേക്കുക. ഇത് വളരെ കുറച്ചേ ഇവർ ഫ്ലൈ ചെയ്തിട്ടുള്ളൂ. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഇന്ത്യ കാണുന്നത്. ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യ അത് പത്ര റിപ്പോർട്ടുകൾ വരുന്നത് അവർ 6000-7000 കോടി പറയുമ്പോൾ ഇന്ത്യ അത് 2000-3000 കോടിക്ക് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. ഖത്തറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സാധനമൊക്കെ മേടിച്ചു വെച്ചു, പക്ഷേ ഇതിനകത്ത് ടെക്നീഷ്യൻസ് എന്തെങ്കിലും പ്രശ്നമുണ്ടായി. കാരണം ഓരോ പ്രാവശ്യം ഫ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ടെക്നിക്കൽ എക്സ്പേർട്ട് ടീം ഇത് സിഗ്നേറ്ററി എടുത്തു കൊടുക്കണം, ഇത് ഫിറ്റാണ് ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിനുള്ള ആളുകളൊന്നും ഖത്തറിൽ ട്രെയിൻഡ് അല്ല. കാരണം അറബികളെ അറിയാം, അവർ ഇതിനോടൊന്നും താല്പര്യമുള്ള കക്ഷികളൊന്നുമല്ല. ഇപ്പം ഇതിനെല്ലാം ആളുകൾ ഫ്രാൻസ് ഈ ഡെസോൾട്ട് ഏവിയേഷനിൽ നിന്ന് വരണം. അതായത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം അതിന് നൈറ്റ് സോർട്ടി ഉണ്ട്, ഡേ സോർട്ടി ഉണ്ട്, പല ടെറൈനിൽ കൂടെ ഫ്ലൈ ചെയ്യണം. അപ്പം ഇതിനുള്ള ടെക്നിക്കൽ ടീം അവിടെ ഇല്ല. എല്ലാ പ്രാവശ്യവും അത് ഫ്രാൻസിൽ നിന്ന് വരണം. പക്ഷേ UAEയുടെ കയ്യിൽ ഏകദേശം 40ഓളം എയർക്രാഫ്റ്റ് ഉണ്ട്, ഈ മിറാഷ് 2000. പക്ഷേ ഫ്രാൻസിൻ്റെ ഒരു ബേസ് അബുദാബിയിലുണ്ടോണ്ട് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നു. പക്ഷേ ഖത്തറിനെ കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹെവി കോസ്റ്റാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മൾ കാർഗിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ ബാലാക്കോട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിത് ഖത്തറിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ ശേഷം നമ്മൾ കാർഗിലാണ് ശരിക്കും ഒരു വാറിൻ്റെ രീതിയിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഗ്ലിച്ചസ് മനസ്സിലാക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നം ഇന്ത്യൻ ടെറൈനിൽ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനാണ് നമുക്ക് ഇസ്രായേലിൻ്റെ സഹായം കിട്ടിയത്. അവിടെയുള്ള ഏവിയേഷൻ സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയിൽ വരുന്നു. അപ്പോൾ ഇതിനകത്ത് ലോ ഫ്ലൈ ചെയ്യുമ്പോൾ എത്ര താപ്പോട്ട് വന്ന ശേഷം ഈ ബങ്കറുകളിൽ ബോംബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ഈ പറയുന്ന ഗ്ലിച്ചസ് മാറ്റി ഫ്രാൻസിനോട് സമ്മതിച്ചിട്ട് ഇതിൻ്റെ പല പ്രശ്നങ്ങൾ മാറ്റിയെടുത്തു. അങ്ങനെയാണ് ഇത് ഇന്ത്യൻ ടെറൈനിൽ ഫിറ്റായി വന്നത്. ഇതാണ് അതിൻ്റെ പ്രധാന ഇന്ത്യക്ക് ഇതിനോട് താല്പര്യമുള്ളത്. കാരണം ഇന്ത്യൻ ടെറൈനിൽ പറ്റും. ഇതിൻ്റെ ഗ്ലിച്ചസ് മാറ്റിയെടുത്തു. നമ്മൾ തന്നെ ഇതിന് വേണ്ടിയുള്ള വെപ്പൺസ് തയ്യാറാക്കി ഇസ്രായേലിൻ്റെ നിന്ന് വാങ്ങി. നമ്മളിത് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഗ്വാളിയോർ എന്ന് പറയുന്നിടത്താണ് മിറാഷ് 2000ൻ്റെ വലിയ വർക്ക്ഷോപ്പ് ഉള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പൂർണ്ണമായിട്ടും കൺട്രോളിലാണ് ഈ സാധനം. നമ്മൾ ഒരു കാരണവശാലും ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫ്രാൻസിൽ നിന്ന് ആളിനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയിൽ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി വേറെ സംഭവം പറയാം. ഈ റഫേൽ നമ്മൾ വാങ്ങിയ സമയത്ത്, കാരണം നമുക്ക് 3 സ്ക്വാഡ്രൺ ഉണ്ട്. ഒരു സ്ക്വാഡ്രൺ 12 എയർക്രാഫ്റ്റാണ്. അപ്പോൾ ഇന്ത്യക്ക് 2 സ്ക്വാഡ്രനാണ് ഉള്ളത് മിറാഷിൻ്റെ. അപ്പോൾ റഫേൽ വാങ്ങിയ സമയത്ത് 800ഓളം എയർഫോഴ്സുകാരാണ് പാരീസിൽ പോയത്.
കാരണം അവിടെ മുമ്പ് ഇത് മുഴുവനും ഫിറ്റ് ചെയ്ത് അഴിച്ച് എടുത്ത് പണിത്, കാരണം 36 എയർക്രാഫ്റ്റിൻ്റെ കൊണ്ടുവരുന്ന സമയത്ത് മുഴുവനും പഠിച്ച് റെഡിയായിട്ട് ഗവൺമെൻറ് ഓഫ് ഫ്രാൻസ് ഇന്ത്യൻ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയാണ് കൊടുത്തിരുന്നത്. അതായത് മുഴുവൻ ടെക്നോളജി ഇന്ത്യയിലോട്ട് റഫേലിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. 4.5 ജനറേഷനാണ് ഈ സംഭവം. മിറാഷ് എന്ന് പറയുന്നത് 3rd ജനറേഷനാണ്. ഇത് കൊടുത്ത ശേഷമാണ് ഇന്ത്യ ഇത് മുഴുവനും വാങ്ങി. കാരണം ഇന്ത്യയിലുള്ളവരത് എക്സ്പേർട്ടായി വന്നു. ഇന്ത്യക്ക് വണ്ടർഫുൾ ഫൈറ്റർ പൈലറ്റ്സ് ഉണ്ട്, ഏറ്റവും മിടുക്കന്മാരായ പൈലറ്റ്സ് ഉണ്ട്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാം. അതേപോലെ മിറാഷിൻ്റെ കംപ്ലീറ്റ് ആയുള്ള ടെക്നിക്കൽ ടീം ഇന്ത്യ എയർഫോഴ്സിൻ്റെ തന്നെയാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഖത്തറിനാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. കാരണം പണ്ട് മുതൽ നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഗ്ലിച്ചസ് നമ്മൾ മാറ്റിയതാണ്. ഇത് നമ്മുടെ ടെറൈനനുസരിച്ച് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ ഫ്രാൻസിൻ്റെ എല്ലാ സഹായവും, അതായത് ഇപ്പോൾ ഫ്രാൻസിൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ ഇത് ശരിയാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഒന്ന്. ഇപ്പോൾ കേരളത്തിലെ ചില സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലും പറയും, ഇപ്പോൾ ഇന്ത്യ ഇത് മേടിച്ചില്ല എങ്കിൽ ഖത്തറിന് ഇത് പാകിസ്ഥാന് ചുമ്മാ തെറ്റായ ധാരണയാണ്. ഫ്രാൻസുമായിട്ടുള്ള സഹകരണത്തിൽ ഖത്തർ ഇത് മേടിക്കും. ആദ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് അവർക്ക് വിൽക്കുവാൻ വേണ്ടി അവരോട് പറയാതെ ഇത് വിൽക്കാൻ പാടില്ല ആർക്കും. പാകിസ്ഥാനുമായിട്ട് ഫ്രാൻസിൻ്റെ നേരത്തെ കരാറുണ്ടായി, പിന്നെ ടെർമിനേറ്റ്. കാരണം ഇന്ത്യയുമായിട്ടുള്ള കരാർ വന്ന ശേഷം ഫ്രാൻസും പാകിസ്ഥാനുമായിട്ട് ഒരു ബൈലാറ്ററലായിട്ട് ഒരു ഡിഫൻസിൻ്റെ കരാറുകളുമില്ല. കാരണം അത് ഇന്ത്യയുമായിട്ടത് വയലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇന്ത്യക്ക് കൊടുക്കണം. അതാണ് ഖത്തർ പെട്ടുപോയത്. പിന്നെ മറ്റുള്ള പല ഇപ്പം UAE അതെടുക്കത്തില്ല. ഇപ്പം ഈജിപ്റ്റ് ഉണ്ട്, അവർക്കും അത് താല്പര്യമില്ല. കാരണം അവരും ഈ പറയുന്ന ഫ്രാൻസിൻ്റെ മിറാഷിൻ്റെ പഴയ വേർഷൻ എടുത്തേക്കുന്നത്. ഇപ്പം എടുക്കാൻ സാധ്യതയുള്ള ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ സംസാരിച്ചിട്ട് ഇന്ത്യയുടെ തലയിൽ വെച്ചു. അപ്പോൾ ഇന്ത്യക്ക് താല്പര്യമുണ്ട്. കാരണം ഇന്ത്യക്ക് ഒരു സ്ക്വാഡ്രനും കൂടെ മിറാഷിൻ്റെ ഒരു സ്ക്വാഡ്രൻ ഉണ്ട്. കാരണം നമ്മുടെ പല എയർഫോഴ്സിൻ്റെ പൈലറ്റുമാരും മിറാഷിൽ തെളിഞ്ഞവരാണ്. കാരണം അവർക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം. ടെക്നിക്കൽ ടീമും ഉണ്ട്. ഇത് ബേസിക്കലി ഖത്തറിന് ഇത് തലവേദനയായിട്ട് മാറി. കാരണം അവർക്കിത് എവിടെയും കൊടുക്കാനും പറ്റത്തില്ല, ഇന്ത്യക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ തലയിൽ നിന്ന് ഇത് ഒഴിക്കുക. അപ്പോൾ ഇന്ത്യക്ക് ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇത് ഉണ്ടാകുകയും ചെയ്യും, വളരെ വില കുറച്ച് കിട്ടും. അതുപോലെ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് സമ്പൂജ്യമാണ്. ഇവിടെ കുറച്ച് സുഡാപ്പികളും കുറച്ച് വർഗീയവാദികളും ഖത്തർ എന്തൊക്കെയോ സംഭവമാണെന്നൊക്കെ പറഞ്ഞു. ഡിഫൻസിൻ്റെ സമ്പൂജ്യമാണ്. അവിടെ അവർക്ക് ഈ പറയുന്ന ഒന്നാമത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ മിറാഷ് എന്ന് പറഞ്ഞ സംഭവം പഴയ വേർഷനുള്ള ജെറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. അപ്പോൾ പുതിയ വേർഷനുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റാണ് റാഫേൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ 5th ജനറേഷനാണ് A35. അത് AI യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഈ ഖത്തറിന് താല്പര്യം ഇപ്പം A35 അമേരിക്കൻ അതിലോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്കിത് തലവേദനയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് അഡ്വാൻറ്റേജാണ്. അതായത് ഏറ്റവും വില കുറച്ച് കിട്ടുന്നു, അതേപോലെ ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്നു, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ്. അതായത് ഫ്രാൻസ് ഇത് കാരണം പണം കൊടുത്തവരെല്ലാം മേടിച്ച് വെച്ചേക്കുക, യൂസ് ചെയ്യുന്നില്ല. ഇതും കിട്ടുന്നു. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്ത്യൻ എയർഫോഴ്സിന് നല്ലപോലെ അറിയാം. അത് അഡീഷണൽ ഒരു സ്ക്വാഡ്രനും കൂടെ കിട്ടും. അതുമല്ല നമ്മുടെ MiG-21 എന്ന് പറയുന്ന സാധനം ഏജ്ഡായി. അതിനെ പൂർണ്ണമായിട്ടും വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പുതിയ എയർക്രാഫ്റ്റുകൾ തേജസിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ 5th ജനറേഷൻ വേറെ പുറത്ത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം, ഇവിടെ ടെക്നോളജി വൈസ് ചെയ്യണം, അത് പുറത്തുനിന്നും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന് ഈ ഖത്തറിൽ നിന്ന് കിട്ടുന്ന 12 എയർക്രാഫ്റ്റ് എല്ലാം കൊണ്ടും അഡ്വാൻറ്റേജാണ്. ഒന്നാമത് പണം വളരെ കുറവ്, രണ്ടാമത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്ത്യയിലുള്ള എയർഫോഴ്സിന് നന്നായിട്ടറിയാം. അതെല്ലാം കൂടെ നോക്കുവാണെങ്കിൽ ഇതൊരു നല്ലൊരു ഡീലെന്നാണ് എൻ്റെ ഒരു ധാരണ.